ഹലോ ഫ്രണ്ട്, ഞാനും നോഹയും. നിങ്ങൾ പറയുന്നത് മറ്റേ ബൈബിളിലെ നോഹയല്ല, ഇത് ഞാനാണ്. ഇത് അവന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന വിധമാണ് പറയുന്നത്. ഇത് മത്തങ്ങയാണ്. മത്തങ്ങ പോഷകഗുണമുള്ളതാണ്. ബീറ്റ കരോട്ടിൻ വലിയ സാന്നിധ്യമുള്ള വൈറ്റമിൻ എ ഉള്ള വെജിറ്റബിളാണ്. ഇത് നല്ലതാണ്. ഇത് ക്യാരറ്റാണ്, കണ്ണിന് നല്ലതാണ്. അതുപോലെ തന്നെ നല്ല വൈറ്റമിനും അടങ്ങിയിരിക്കുന്നു. അതും ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. അത് അവന് പച്ചക്ക് തന്നെ കഴിക്കും. ഇത് ചക്കക്കുരുവാണ്. ചക്കക്കുരു നാട്ടിൽ കിട്ടും, കേരളത്തിൽ കിട്ടും. പക്ഷേ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ നല്ല വില കൊടുക്കേണ്ടി വരും. പിന്നെ അത് തന്നെ അത് വേവിച്ചാണ് അവന് കൊടുക്കുന്നത്. പിന്നെ ഇത് അവന് കഴിക്കാൻ വേണ്ടി കൊടുക്കാനാണ്. പിന്നെ വേറെ മറ്റേ ഇത് ഉലുവയാണ്. ഉലുവ ശരീരത്തിന് നല്ലതാണ്, വേദനയ്ക്കൊക്കെ നല്ലതാണ്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പയറാണ്, ചെറുപയർ. ഈ ചെറുപയർ കിളിപ്പിച്ച് കൊടുക്കുന്നതാണ്, പക്ഷേ അത് കൊടുക്കുന്നില്ല. പക്ഷേ ഒന്നിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊന്നുമില്ല, അവൻ ആഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ അവൻ ഇത് പച്ചയ്ക്ക് തന്നെ തിന്നുന്ന രീതിയുള്ളത്. കൊടുത്താൽ പച്ചയ്ക്ക് തന്നെ തിന്നും. ഇപ്പോൾ അവനിവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് അരിയുന്ന സമയത്ത് തന്നെ വന്നത്. ഈ വന്ന് നിൽക്കുന്നു, കണ്ടോ സല്യൂട്ട് കണക്കിയാണ്. ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ അവനത് കഴിക്കുന്നു. കഴിച്ചു ക്യാച്ച് കേട്ടോ. അത് പച്ചക്കറി തന്നെ തിന്നും. അത് എന്ത് ആഹാരമാണ്? ഈ പാവയ്ക്ക കഴിക്കത്തില്ല, ഇഞ്ചി കഴിക്കത്തില്ല, പിന്നെ ഉള്ളി കൊടുക്കാറില്ല. പിന്നെ ബാക്കിയുള്ള വെജിറ്റബിളെല്ലാം പച്ചക്കറി തന്നെ കഴിക്കും. അവന് ഏറ്റവും പ്രിയം കരിവേപ്പിലയാണ്, വെണ്ടയ്ക്കയാണ്, പയറാണ്. ഇതൊക്കെ പച്ചക്കറി തന്നെ തിന്നും. പിന്നെ അവന് വേണ്ടിയിട്ടുള്ള ഇറച്ചിയാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇറച്ചിയാണത്. എല്ലാം നല്ല വൃത്തിയാക്കി തയ്യാറാക്കിയാണ്. ഇത് കരിവേപ്പിലയാണ്. കരിവേപ്പില അവന് ഇഷ്ടമുള്ള സാധനമാണ്, അതിട്ട് കൊടുക്കുന്നു. അതെല്ലാം യഥേഷ്ടം കൊടുക്കുന്നു. ഇത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി വിഷാംശം ഉണ്ടെങ്കിൽ അത് പോട്ടെ എന്ന് വിചാരിച്ചാണ് കൊടുക്കുന്നത്. അത് അവന് ഇഷ്ടമുള്ള സാധനമാണ്. ഇത് കുക്കറാണ്, കുക്കറിലോട്ട് തയ്യാറാക്കാൻ പോവാണ്. പക്ഷേ അവൻ്റെ ആഹാരം നല്ല ആഹാരമാണ്. അത് എനിക്കും തിന്നാൻ പറ്റും. അങ്ങനെയാണ്. ഇറച്ചി കൊണ്ടിടുകയാണ്. നല്ല കഴുകി വൃത്തിയാക്കിയ ഇറച്ചിയാണ്. ആ ഇറച്ചി അതിൻ്റെ അകത്ത് ഇട്ട് അത് കുക്കറിലിട്ട് വേവിക്കുകയാണ്. നല്ലവണ്ണം അങ്ങ് വേവിക്കും. ചക്കക്കുരു ഉള്ളതുകൊണ്ട് അതും നല്ലവണ്ണം വേവിക്കേണ്ടി വരും. അങ്ങനെ അവനുള്ള ആഹാരം ഞങ്ങൾ തയ്യാറാക്കുകയാണ്. പിന്നെ ഇത് എനിക്കും കഴിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ഞാനും നോഹയുമുണ്ട്. നോഹ ബൈബിളിലെ നോഹയല്ല, ഇത് ഞങ്ങളുടെ പെറ്റാണ്, ഞങ്ങളുടെ പട്ടിയാണ്. പട്ടി എന്ന് പറയാൻ അവന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ കടിക്കും. അവനെൻ്റെ മകനെ പോലെയാണ്. ഇത് ചെറുപയറാണ്, കുതിർക്കാതെ തന്നെ ഇടുകയാണ്. പിന്നെ സമയത്തിൻ്റെ കുറവാണ്, കുതിർത്തില്ല. ഉലുവയാണ് ഇടുന്നത്. ആ ശരീരവേദനയ്ക്കൊക്കെ നല്ലതാണ്. അതും ഇട്ട് കൊടുക്കുന്നു. ഇറച്ചി നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഇറച്ചിയാണ്. ഇത് തന്നെ ഇട്ട് കൊടുക്കുന്നു. ഇത് 2-3 വിസിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലവണ്ണം വേഗം നല്ലവണ്ണം വെന്ത് അത് കൊടുക്കുന്നു. അതാകുമ്പോൾ തന്നെ ഒറ്റയിരിപ്പിന് മുഴുവൻ തിന്നും. ആ അവസ്ഥയാണ്. മഞ്ഞപ്പൊടി അവസ്ഥയാണ്. പച്ചക്ക് തന്നെ തിന്നും. പിന്നെ ഇത് വേവിക്കുകയാണ്. കുക്കർ വെച്ചു, വെന്തു. ഇനി വെന്തിട്ടത് ചൂട് ആറിക്കഴിയുമ്പോഴത്തേക്കാണ് അത് എടുക്കുന്നത്. ഇത് മാതാവാണ്. മാതാവ് നോക്കിയിരിക്കുകയാണ്. മാതാവിൻ്റെ മുന്നിലാണ് പ്രകടനം. ഇത് കുക്കറിൽ ചാലുവാക്കി വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഹിന്ദിയൊക്കെ വരുന്നുണ്ട്. എന്ത് ചെയ്യാം, ബോംബെയിലാണ് താമസിക്കുന്നത്. ഇത് വേവിച്ച് ആറി. ഇനി അവനെ വിളിക്കാൻ പോകണം. അവനെ വിളിച്ചാൽ നോഹ പാത്രം കൊണ്ടുപോടാ. പാത്രമായിട്ട് വന്നു. വിളിച്ചാൽ മതി. വിളിച്ചാൽ ഏത് സമയത്തും വരും. വിളിച്ചാൽ ഓടി എൻ്റെ മനസ്സിലെത്തും. മനസ്സിലല്ല, ഓടിയ തന്നെ എത്തും. അവന് കൊടുക്കുകയാണ്. ഇനി ആഹാരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ മുന്നിൽ നോക്കത്ത് പോലുമില്ല. ആ രീതിയാണ്. വിളിച്ചാൽ പോലും നോഹ ഒരു രക്ഷയില്ല. അത് മൊത്തം തീരണം. എന്നാലേ അവന് എത്ര കിട്ടിയാലും മതി വരത്തില്ല. അങ്ങനെയുള്ള